ആർക്കൊക്കെ മെറ്റൽഡ കേക്കിൻ്റെ ഹിസ്റ്ററി അറിയാം? ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാട്ടോ. മെറ്റല എന്ന് പറഞ്ഞ ഒരു മൂവിയിൽ ഒരു ടീച്ചറിൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് കേക്ക് ഉണ്ടായിരുന്നു. ആ ടീച്ചറിൻ്റെ കേക്ക് അവിടുത്തെ ഒരു കൊച്ച് കട്ടെടുത്ത് കഴിക്കുകയാണ്. കട്ടെടുത്തെന്ന് പറയാൻ പറ്റില്ല, കണ്ടപ്പോൾ കൊതിയായപ്പോൾ കഴിച്ചായിരിക്കും പാവം. അപ്പോൾ ആ ടീച്ചർ അത് കണ്ടുപിടിച്ചിട്ട് അവന് പണിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിഗ് ചോക്ലേറ്റ് കേക്ക് തന്നെ അവൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് കഴിച്ചോളാൻ പറഞ്ഞു. അവനാണെങ്കിൽ വിടുവോ, അവൻ മൊത്തം ഇരുന്ന് കഴിച്ചു. അങ്ങനെ ഫേമസ് ആയ കേക്കാണ് മെറ്റല കേക്ക്. അങ്ങനെ ഞങ്ങൾ മെറ്റല കേക്ക് കഴിക്കാൻ വേണ്ടി ദുബായ് ഹിൽസ് മാളിലെ പാർക്കേഴ്സിൽ പോയി. പാർക്കേഴ്സിൽ പോയപ്പോൾ അവിടുത്തെ ടെക്സ്ചർ ആംബിയൻസും കിഡുമായിരുന്നു. അതൊക്കെ ഞങ്ങൾ കുറച്ച് നേരം വായി നോക്കി നിന്ന് നമ്മൾ കേക്ക് ഓർഡർ ചെയ്തു. ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് മെറ്റല കേക്ക് ട്രൈ ചെയ്യാമെന്ന് വെച്ച് അങ്ങോട്ട് പോയത്. അപ്പം നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റിയോ അത് എത്ര പേർക്ക് തികയോന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. അവർ പറഞ്ഞു 4 പേഴ്സൺ ഇനഫാണ്, പക്ഷേ ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. അപ്പോഴേ ഞങ്ങൾ വിചാരിച്ചു, പറ്റിയില്ലേ നമുക്ക് അടുത്ത് ഓർഡർ ചെയ്യാമല്ലോ, അതിനിപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചിരിക്കുന്ന സമയത്താണ് മൊജിറ്റോ ഓർഡർ ചെയ്താന്ന് വെച്ചു. മൊജിറ്റോ മാത്രമല്ല, നമ്മൾ പാസ്തയും അല്ലാണ്ട് ഒരു ഐറ്റം കൂടെ ഓർഡർ ചെയ്തു. ആ പേര് എനിക്ക് ഓർമ്മയില്ല. ട്രഫിൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്രീമി ടെക്സ്ചർ ഉള്ള ഒരു സാധനമായിരുന്നു. എന്താ പേരെന്ന് എനിക്കിപ്പോഴും ഓർമ്മയില്ല. അതും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മെറ്റല കേക്കിൻ്റെ വരവ്. അവർ കൊടുന്ന ആ സ്ലൈസ് ഓഫ് കേക്ക് വെച്ചിട്ട് ചോക്ലേറ്റിൻ്റെ ലിക്വിഡ് അതിൻ്റെ മുകളിൽ കൂടെ ഒഴുകുന്നത് കാണാൻ തന്നെ അടിപൊളിയായിരുന്നു. പിന്നെ മെറ്റല മൂവിയിലെ ആ ചെക്ക് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു അല്ലേ ആ ഒരു ഫോട്ടോയിൽ. കേക്ക് അടിപൊളിയായിരുന്നു. ഇങ്ങനെ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. പക്ഷേ ആ ഒരു സ്ലൈസ് ഓഫ് കേക്ക് ഞങ്ങൾ 5 പേരും കഴിച്ചിട്ടും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും അതിൽ ബാക്കിയുണ്ടായിരുന്നു. കേക്ക് ഞങ്ങൾ എന്നിട്ട് പാഴ്സൽ ചെയ്തു, ബാലൻസ് ഉള്ളത്. കാരണം ഞങ്ങൾ ആരെ കൊണ്ടും അത് മൊത്തം കഴിക്കാൻ പറ്റിയില്ല. കേക്ക് മസ്റ്റ് ട്രൈ ആണെന്ന് ഞാൻ പറയും. കാരണം ഒരു പ്രാവശ്യമെങ്കിലും നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യണം. നല്ല കേക്കാണ്. നോർമൽ കേക്കിൻ്റെ സ്പഞ്ചൊന്നുമല്ല, അതിൽ മിക്സ്ചർ ചെയ്തേക്കുന്ന ചോക്ലേറ്റിൻ്റെ കണ്ടൻറ്റും അടിപൊളി സാധനമായിരുന്നു. അപ്പോൾ മെറ്റല കേക്ക് കഴിച്ച് ഞങ്ങളെല്ലാവരും സംതൃപ്തിയോടെ അങ്ങോട്ട് പിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് വരുന്ന വഴിക്ക് ചെമ്മരിയാട് എന്നൊക്കെ പറയുമല്ലോ, ആ ഒരാളെയും കണ്ടത്. അപ്പോൾ എല്ലാം കൂടെ ഒരു അടിപൊളി ഔട്ടിംഗ് ആയിരുന്നു ഇപ്രാവശ്യത്തെ. അപ്പോൾ ഓക്കെ, ബൈ.